നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ മൈക്കിൾ. നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഒത്തൻറ്റിക് ഹെൽത്തിനെ പറ്റിയാണ്. യെസ്, ട്രൂ ഹെൽത്ത്, ആരോഗ്യം. ആരോഗ്യത്തിന് ബ്രോഡായിട്ട് 3 ഘടകങ്ങളുണ്ട് അല്ലേ? നമ്മുടെ ആത്മാവിൻ്റെ ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം. ഇത് 3ഉം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒത്തൻറ്റിക് ഹെൽത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. സോ വാട്ട് ആർ ദ കോസസ് ഓഫ് അൺഹെൽത്ത് അല്ലെങ്കിൽ ഡിസീസ്? നമുക്കതിനെ 7ആയിട്ട് തരംതിരിക്കാം അതിൻ്റെ കോസസ്. ആ 7 കോസസിനെ എളുപ്പം ഓർത്തിരിക്കാനായിട്ട് നമുക്ക് 7 റെയിൻബോ റൂൾസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പം 7 റെയിൻബോ റൂൾസിലെ എല്ലാ റൂൾസിനെ പറ്റി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നില്ല. നമ്മളിതിൽ ഒരു റൂളിൽ ഒരു അംശം മാത്രമാണ് തൊടുന്നത്. അതായത് വി ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ വയലറ്റ് റൂൾ. ദ വയലറ്റ് റൂൾ ഇസ് ഓൾ അബൌട്ട് കണക്ഷൻസ് ആൻഡ് ഡിസ്കണക്ഷൻസ്. യെസ്, അതിലെ വെർട്ടിക്കൽ കണക്ഷൻസിനെ പറ്റിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. യെസ്, വി ടോക്കിംഗ് അബൌട്ട് വെർട്ടിക്കൽ കണക്ഷൻസ്. വാട്ട് ഇസ് ദിസ് വെർട്ടിക്കൽ കണക്ഷൻസ്? യെസ്, ഇറ്റ്സ് our relationship with our Creator God. Yes. So, before we go into the depths of our relationship with our Creator God, let us just think. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈശോ വന്നു, നമുക്ക് സുവിശേഷം തന്നു അല്ലേ? So what is this good news that Jesus came and gave us? എനിക്കും നിങ്ങൾക്കും ചിലപ്പോൾ അത് വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് എന്ന് തോന്നുന്ന കാര്യമായിരിക്കത്തില്ല എനിക്ക് ഗുഡ് ന്യൂസ് ആയിട്ട് തോന്നിയത്. ഓക്കെ, സോ അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. സോ ദ ഗുഡ് ന്യൂസ് that healed me, that empowered me, that allowed me to be me and helped me recognize my Father in heaven. അപ്പോൾ ഞാൻ 2 ബൈബിൾ വചനങ്ങൾ ഇവിടെ വായിക്കാൻ പോവുകയാണ്. അത് വായിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ ഗുഡ് ന്യൂസ്, ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഗുഡ് ന്യൂസ് എന്താണെന്ന് ചെറിയ ഒരു ക്ലൂ കിട്ടും. ഓക്കെ, സോ ദ ഫസ്റ്റ് പാർട്ട് ഇസ് ഫ്രം ദ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 20 and verse 17. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കവിടെ കാണുന്നത്. എന്നിട്ട് സിനാരിയോ എന്ന് പറഞ്ഞാൽ മേരി മാഗ്ഡലിൻ ജീസസിൻ്റെ ടൂമ്പിലേക്ക് ഓടി ചെല്ലുന്നു. അപ്പം ജീസസ് എന്താണ് മേരി മാഗ്ഡലിൻ്റെ അടുത്ത് പറയുന്നത്? Jesus said to her, "Do not hold on to me, because I have not yet ascended to the Father. But go to my brothers and say to them, I am ascending to my Father and to your Father, to my God and your God." ഇതാണ് ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യമായിട്ട് ഒരു ശിഷ്യടുത്ത് പറയുന്ന വചനം. Go to your brothers and say to them, I am ascending to my Father and your Father, to your God and my God. Okay? അടുത്ത ഭാഗം ജോൺ ദ ഗോസ്പലിൽ തന്നെ ചാപ്റ്റർ 1 verses 12 and 13. ജോണിൻ്റെ ഗോസ്പലിൻ്റെ പ്രത്യേകതയുണ്ട്. യോഹന്നാൻ്റെ ഗോസ്പലിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്തുവാണ്. ഇത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. സോ നമുക്കതൊന്ന് വായിക്കാം. സോ വാട്ട് ഡസ് ജോൺ സേ ഇൻ ചാപ്റ്റർ 1 verses 12 and 13? But to all who received him, who believed in his name, he gave power to become children of God, who were born not of blood or of the will of the flesh or of the will of man, but of God. ഈ 2 വചനങ്ങളിൽ it talks about this God being our Father. Chapter 1 verses 12 and 13 ഈശോനെ സ്വീകരിച്ച ഓരോ മക്കൾക്കും ദൈവം കൊടുക്കുന്ന പവറിനെ പറ്റിയാണ് പറയുന്നത്. ദ പവർ ടു ബിക്കം എ ചൈൽഡ് ഓഫ് ഗോഡ്. ആൻഡ് അത് അവിടെ ക്ലാരിഫൈ ചെയ്യുന്നു. സോ ദാറ്റ് യു ആർ നോട്ട് ബോൺ ഓഫ് ബ്ലഡ് or of the will of flesh or of the will of God. You're just purely of God. That's a genuine birth from God, that you are God's child. And അതാണ് ജോണിൻ്റെ ചാപ്റ്റർ 20:17 ജീസസ് പറയുന്നത്. He's telling Mary Magdalene, I have not yet, go and tell your brothers and sisters, I have not yet ascended to my God and your God, my Father and your Father. ഈ ഒരു കണക്ഷനാണ് എൻ്റെ പൊന്നു ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്.
We need to recognize the Creator God as our Father, as our personal Father. For me, this was the good news that Jesus came to share. That His Father in heaven is my Father who's there for me. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നല്ലേ? ഒരു ഗ്ലോബൽ സെൻസിൽ വി ആർ ഓൾ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. ബട്ട് ഹൗ മെനി ഓഫ് us റിയലി ട്രൂലി ബിലീവ് ദാറ്റ്? ഇത് നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് അറിയാൻ ഒരു ടെസ്റ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു പ്രഗത്ഭൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പൊളിറ്റീഷ്യനെ നമ്മളുടെ പിതാവായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഓക്കെ, ഇമാജിൻ സേ നരേന്ദ്രമോദി ഓർ സേ ട്രംപ് or some important person. If you had that important person as your father, would you fear? How much would you fear what is going on around you? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളരുമോ? നമുക്കറിയാം നമുക്ക് പവർഫുള്ളായൊരു ഫാദറുണ്ട്. നമ്മളുടെ പ്രശ്നം അവിടെ പോയി പറഞ്ഞാൽ മാത്രം മതി. ഈ ഒരു ടെസ്റ്റ് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. Then we will really understand that we really, truly do not accept God our Father as our own personal Father. ഈ ഒരു വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. This is the vertical connection that our Father God desires from us, and that is why He sent His Son Jesus. പിതാവിനെ തിരിച്ചറിയണം. പിതാവിനെ തിരിച്ചറിയുമ്പോൾ നമ്മൾക്കൊരു ശക്തി കിട്ടും. We become empowered because we are children of God. We are no longer beggars. We don't have to go to God with the begging bowl. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത്, നമ്മൾ സൃഷ്ടപിതാവിൻ്റെ അടുത്ത് നമുക്ക് നമ്മളുടെ എല്ലാം അയച്ചു വെക്കാം, സമർപ്പിക്കാം. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട്, ഐ കീപ് പ്രേയിങ് ടു ഗോഡ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഫലം കേൾക്കാറില്ല. എൻ്റെ പ്രശ്നങ്ങൾ എന്തോരമുണ്ട്, ഞാനിതെല്ലാം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഐ എം നോട്ട് ഫൈൻഡിങ് എ സൊല്യൂഷൻ. എന്താണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും ജീവിതം ജീവിക്കുന്നത് സ്റ്റിയറിംഗ് വീൽ നല്ല മുറുകെ പിടിച്ചുകൊണ്ടാണ്, അല്ലേ? വി ആർ സ്റ്റിയറിങ് അവർ ലൈഫ്. വി ആർ ട്രൈങ് ടു അവോയ്ഡ് ഒബ്സ്റ്റക്കിൾസ്. നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്ന മക്കളാണ്, അല്ലേ? ശ്രമിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. പക്ഷെ ദൈവം ഒരു ജെൻറ്റിൽമാനാണ്. ഹീ വിൽ നെവർ കം ഇൻ ടു യുവർ ലൈഫ് ആൻഡ് ടേക്ക് ദ സ്റ്റിയറിംഗ് വീൽ ഫ്രം യു. ഒരിക്കലും നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ദൈവം വന്ന് സ്റ്റിയറിംഗ് വീൽ എടുക്കുകയില്ല. അതിനൊരു സമർപ്പണം വേണം. വി ഷുഡ് ഹാവ് ദിസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഹാവ് ദ ട്രസ്റ്റ് ഇൻ ഹിം. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ പിടിച്ചിരിക്കുന്ന ആ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കൈകൾ മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തുള്ളൂ, അപ്പച്ച, ദൈവമേ, പിതാവേ, നീ വണ്ടി ഓടിച്ചു, ഞാനിവിടെ സമാധാനമായിട്ടിരിക്കാം, നീ വണ്ടി ഓടിച്ചു. ദിസ് ഈസ് എ റിലേഷൻഷിപ്പ്. ദിസ് ഈസ് എ കണക്ഷൻ ദറ്റ് വി നീഡ് വിത്ത് ആർ ക്രിയേറ്റർ ഗോഡ്. വി ഡോണ്ട് ഹാവ് ടു ബി എ ക്രിസ്ത്യൻ. വി ക്യാൻ ബി എ ബിലീവർ ഓഫ് എനി റിലിജൻ ഇൻ ദ വേൾഡ്. If you have faith, if you know that there is a creative power, ഈ ഭൂമി മുഴുവൻ സൃഷ്ടിച്ച ഒരു ശക്തി, നമ്മളെയും സൃഷ്ടിച്ചൊരു ശക്തി ഉണ്ടെന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ശക്തിക്ക് നമ്മളുടെ നന്മയേക്കാൾ ഉപരി മറ്റൊന്നുമില്ല. All he wants, all this power wants is our surrender, our trust in him, so that he can take over our lives and guide us in the right way. അപ്പോൾ ഈ വേർട്ടിക്കൽ റിലേഷൻഷിപ്പ്, ഈ വേർട്ടിക്കൽ കണക്ഷൻ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും? The first point, the first thing is to know your God, to know who God is. ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതിന് മുമ്പ് നാം ആ വ്യക്തിയെ മനസ്സിലാക്കണം, അല്ലേ? ആ വ്യക്തിയെ അറിയണം. So the first part in this connection is knowing God. And the second part is surrendering to God, is developing this relationship, ഈ ഒരു ബന്ധം, father-daughter, father-son relationship, a strong relationship, a trusting relationship, empowering relationship. Beggar attitude മാറ്റി വെച്ചിട്ടുള്ള, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന സന്തോഷം നിറഞ്ഞ ആ ഒരു റിലേഷൻഷിപ്പ്, അതിലേക്ക് നടക്കുന്നതാണ്. മൂന്നാമതായിട്ട് is to cover this relationship with God with love, to be able to receive love from God and to share love with God. So these, my dear friends, are the three important things we need in our vertical relationship. To
to know God as our Father, this creative power as our Father, and to be able to love and to trust Him and grow this relationship. These are the things that we need for a strong vertical relationship. And what do we get from this? We get a healthy mind and a healthy spirit that paves the way for a healthy body. നല്ല ആരോഗ്യമുള്ള ആത്മാവും മനസ്സും നല്ല ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ കുടികൊള്ളുവാനായിട്ട് തയ്യാറാവും. So thank you for listening, and until the next video, നന്ദി, നമസ്കാരം.